നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ 7-ാം തീയതി വൈകിട്ട് 5:30 ഡൽഹിയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനം ബംഗളൂരുവിലേക്ക് പറന്നുയർന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായ ഒരു വാർത്ത വിമാന ജീവനക്കാർ യാത്രക്കാരെ അറിയിക്കുകയുണ്ടായി. യാത്രക്കാരിൽ ഡോക്ടർമാർ ഉണ്ടോ എന്നായിരുന്നു ജീവനക്കാരുടെ ആദ്യ ചോദ്യം എന്നത്. സൗദിയിലെ റിയാദിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ നാഗരാജ് പെട്ടെന്ന് തന്നെ തയ്യാറായിരുന്നു. എന്നാൽ സാധാരണ ഡോക്ടറല്ല, ഗൈനക്കോളജിസ്റ്റിനെ തന്നെയാണ് വേണ്ടതെന്ന് ജീവനക്കാർ പിന്നീട് ആവർത്തിച്ചു പറയുകയുണ്ടായി. പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതി വിമാനത്തിലുണ്ടെന്നും അവർക്ക് പ്രസവ വേദന തുടങ്ങിയതും ആയിരുന്നു പ്രശ്നം. എന്നാൽ ഡോക്ടർ ശൈലജ വല്ലഭ്നേനി തയ്യാറായി. ബംഗളൂരു ഓൾഡ് എയർപോർട്ട് റോഡിൽ Cloud9 ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിലാണ് ഡോക്ടർ ശൈലജ ജോലി ചെയ്തു വന്നിരുന്നത്. അങ്ങനെ ആകാശയാത്രക്കിടെ യുവതിയുടെ പ്രസവം. അങ്ങനെ അമ്മയെയും കുഞ്ഞിനെയും പരിചരിച്ച വീഡിയോ ആയിരുന്നു ഇൻഡിഗോ പുറത്തുവിട്ടത്. ഇതിനോടകം തന്നെ ഏറെ ചർച്ചയായി മാറി. തുടക്കത്തിൽ എന്റെ പരിഭ്രാന്തി യുവതിയുടെ ഗർഭം അലസിപ്പോകുമോ എന്നായിരുന്നു എന്നും ഡോക്ടർ പറഞ്ഞു. കാരണം ഭൂമിയിൽ വച്ചല്ലാതെ വിമാനത്തിൽ വച്ച് പ്രസവവേദന അനുഭവപ്പെടുന്നവർക്ക് പൊതുവെ ചില സങ്കീർണതകൾ അനുഭവപ്പെടാറുമുണ്ട് എന്നും ശൈലജ ഓർമ്മിപ്പിച്ചു. എന്തായാലും ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറായി. ഡോക്ടർ ശൈലജ യുവതിയുടെ സമീപം ചെല്ലുമ്പോൾ അവർ ബ്ലാങ്കറ്റ് പുതച്ച് കിടക്കുകയായിരുന്നു. ഇതുവരെയുള്ള ഗർഭകാല പ്രശ്നങ്ങളെല്ലാം ചോദിച്ചറിയുകയുണ്ടായി. നേരത്തെ ബ്ലീഡിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ശുചിമുറിയിൽ പോകണമെന്നും യുവതി അറിയിക്കുകയായിരുന്നു. എന്നാൽ യുവതി ശുചിമുറിയിലേക്ക് നടക്കുമ്പോൾ തന്നെ അപകടം മണത്തറിഞ്ഞു. നിലത്ത് രക്തത്തുള്ളികൾ കാണാമായിരുന്നു. ഡോക്ടർ അപ്പോൾ തന്നെ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഫേസ് ഷീൽഡും മാസ്കും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ശുചിമുറി ലേബർ റൂമായി മാറി. കുട്ടിയെ ഡോക്ടർ പുറത്തെടുത്ത് വിമാനത്തിൽ ആഹാരം സെർവ് ചെയ്യുന്ന ട്രേയിൽ കിടത്തുകയായിരുന്നു. കുട്ടിക്ക് 2 കിലോ തൂക്കം തന്നെ ഇല്ലായിരുന്നു. കാലമെത്തു മുൻപെയാണ് പ്രസവമെന്നും ഡോക്ടർ മനസ്സിലാക്കുകയുണ്ടായി. 32 തുടങ്ങി 34 ആഴ്ചകൾ മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. സഹയാത്രികർ കുട്ടിയെ പൊതിഞ്ഞും പിടിക്കാനും മറ്റുമുള്ള ഷോളും ബ്ലാങ്കറ്റും ഒക്കെ സംഭാവന ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു. കുട്ടിയുടെ പരിചരണത്തിലേക്ക് ഡോക്ടർ കടന്നു. കുട്ടി രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായതോടെ ഡോക്ടർ ശൈലജ കുട്ടിയെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുകയായിരുന്നു. ബ്ലീഡിംഗ് നിലയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർ നാഗരാജ് സഹായിക്കുകയും ചെയ്തു. അതോടെ യുവതിയുടെ ബ്ലീഡിംഗ് നിലയ്ക്കുകയായിരുന്നു. 50 മിനിറ്റോളം നീണ്ടുനിന്ന പ്രക്രിയയ്ക്കൊടുവിൽ കുട്ടിക്കും അമ്മയ്ക്കും ആശ്വാസമായതോടെ വിമാനം ഹൈദരാബാദിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടതില്ലെന്ന് ഡോക്ടർ ശൈലജ പൈലറ്റിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ വിമാനത്തിൽ വെച്ച് ഒരു പ്രസവത്തിന് നേതൃത്വം നൽകുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ലേബർ റൂമിലാകുമ്പോൾ ഉപകരണങ്ങളും സഹായിക്കാൻ നേഴ്സുമാരും ചുറ്റും കാണും. എന്നാൽ വിമാനത്തിൽ ഞാൻ തനിച്ചായിരുന്നു. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും. എന്തായാലും ഞാൻ പേടിച്ചില്ല. കാരണം പേടി പിടികൂടിയാൽ നന്നായി ജോലി ചെയ്യാനാകില്ല. എങ്ങനെയെങ്കിലും കുട്ടിയെയും അമ്മയെയും രക്ഷിക്കുക എന്ന ചിന്ത മാത്രമായിരുന്നു എനിക്ക്. കുട്ടി ഉറക്കെ കരഞ്ഞതോടെയാണ് എനിക്കും ശ്വാസം നേരെയായത് എന്നും ശൈലജ ആവർത്തിച്ചു. ഡൽഹി ബാംഗ്ലൂരു വിമാനത്തിൽ സുരക്ഷിതമായ പ്രസവം നടന്ന വാർത്ത അപ്പോഴേക്കും ലോകം അറിഞ്ഞിരുന്നു. നമ്മ ബാംഗ്ലൂരിലേക്ക് സ്വാഗതം എന്ന പ്ലക്കാർഡ് പിടിച്ചാണ് വിമാനത്താവള അധികൃതർ കുട്ടിയെയും അമ്മയെയും സ്വീകരിച്ചത്. ഇൻഡിഗോ 6E122 വിമാനം അങ്ങനെ ചരിത്രത്തിലേക്ക് കടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടിക്കും അമ്മയ്ക്കുമൊപ്പം ഡോക്ടർ ശൈലജ വല്ലഭ്നെയും ചരിത്രം പേര് കുറിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.